പക്ഷെ ചില പേടിച്ചു കഴിഞ്ഞാൽ പട്ടി കടിക്കും. അപ്പൊ പറഞ്ഞു അടുത്ത് പട്ടിയുടെ മൂക്ക് വരുമ്പോൾ നമ്മൾ പേടിക്കരുത്, ഇങ്ങനെ ശ്വാസം വിട്ടില്ല. അപ്പൊ അത് റിയാക്ട് ചെയ്യും, അതൊന്ന് റിയാക്ട് ചെയ്ത് കടിക്കും. അങ്ങനെ കുറച്ച് റിസ്ക് ഉള്ളതാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത് അത് കട്ട് ചെയ്യരുത്, ഇത് ആവശ്യമുണ്ട്, ഇത് ആവശ്യമുണ്ട്, ഇത് കട്ട് ചെയ്യരുത് ഇതുപോലെ. എന്റെ പേര് സിനു സിദ്ധാർത്ഥ്, ഞാനൊരു ക്യാമറാമാനാണ്. ഇപ്പോ ഇത് ഞാനല്ലേ, ഇപ്പോ ഇതിന്റെ ഒരു നായകനും കൂടെയാണ്. എന്റെ പേരെന്താണ്? മെഗോഗുൽ. എന്നെ അപ്പൊ ഞാനും ധരിച്ചില്ലേ. ഇനി ബാക്കി നീ ഇന്റർവ്യൂ കുഴപ്പമില്ല, ബാക്കി പറഞ്ഞു. അതൊക്കെ ഇൻട്രോ കഴിഞ്ഞേ? ഒന്നുകൂടി പറയണോ? ഇല്ലല്ലേ, അതാണ് പോകുന്നത്. ഇവിടെ നല്ല സാധനല്ലേ, ബാക്കി പറയാം. നമസ്കാരം. നമ്മുടെ കൂടെ ഉള്ളത് പേര് പറഞ്ഞല്ലോ, എഴുതി വെക്കാം. ചേട്ടൻ്റെ പേര് സിനു സിദ്ധാർത്ഥ. സിനു സിദ്ധാർത്ഥ്, രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം, ഞാനിട്ടോളാം. രേവതി നക്ഷത്രം. ഓക്കെ അല്ലേ? നമസ്കാരം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സിനു സിദ്ധാർത്ഥാണ്. നമ്മളിപ്പോൾ ജീവൻ മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇതിന്റെ ടെൻഷനിലാണ്. 13-ാം തീയതി റിലീസാണ്. ഓക്കെ. ഞാനൊരു കാര്യം അറിഞ്ഞു, ചേട്ടൻ DOP ആണ് ഈ സിനിമയിൽ ഫസ്റ്റ് നായകനായിട്ട് അഭിനയിച്ചത്. അതെ. ഇതിന്റെ 33-ാമത്തെ സിനിമയാണ്. ഇതിൽ പക്ഷെ നായകനും കൂടിയായി അങ്ങനെ എത്തിപ്പെട്ടതാണ് സിനിമയിലേക്ക്. ആക്ച്വലി DOP ആയിട്ട് വന്നതാണ്. ഇവര് തുടക്കത്തിൽ ഇതിനകത്തൊരു പുതുമുഖം തന്നെ വേണം എന്നായിരുന്നു ഡയറക്ടറുടെ ഒക്കെ പ്ലാനിങ്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ് ഇത്. ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട്, ഒരു നോൺ ഫേസിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് നമ്മൾ ഒരുപാട് പേരുടെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അവസാനം ഇത് കറങ്ങി തിരിഞ്ഞ് ഞാൻ ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് എത്തിപ്പെട്ടതാണ്. കാരണം ഇതിനു മുമ്പ് ആക്ച്വലി ഈ ഇതിൻ്റെ പ്രൊഡ്യൂസർ സുനിൽ പണിക്കർ, ശ്രീ വിജയേട്ടൻ, റൂബി വിജയനും വിഷ്ണു വിജയനും ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അതിനകത്ത് സുനിൽ പണിക്കറാണ്. ഇവരാണ് സുനിൽ പണിക്കറും വിഷ്ണു വിജയനും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അപ്പോൾ ഈ സുനിലേട്ടൻ ഇതിനു മുമ്പേ ഞാൻ അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു വൈറൽ വീഡിയോ ഉണ്ടായി. ഞാനും പ്രിയ വാര്യരും കൂടെ ഉള്ള ഒരു വീഡിയോ വൈറലായിരുന്നു. ആ വീഡിയോ വൈറലായ അന്ന് മുതൽ എന്നെ ഹീറോ ആക്കിക്കൊണ്ടൊരു പടം ചെയ്യാൻ വേണ്ടി സുനിൽ പണിക്കർ കുറേ നാളെൻ്റെ ഇങ്ങനെ കൂടെ നടന്നു. അപ്പോൾ കുറേ സബ്ജക്റ്റ് വന്നിട്ട് അത് ഡ്രോപ്പ് ആയിപ്പോയി. അപ്പോൾ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പടത്തിൽ എന്നെ DOP ആയിട്ട് വിളിച്ച് നമ്മൾ ലൊക്കേഷൻ സ്കൗട്ടിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു ഈ ക്യാരക്ടറിന്. അപ്പോൾ അന്ന് എനിക്ക് കുറച്ച് താടി ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഡയറക്ടർ പറഞ്ഞ് സിനുവിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ തലയിൽ വന്നതാണ് ഈ ക്യാരക്ടർ. അങ്ങനെ എന്നെ കൊണ്ട് ജയിച്ചത്. അഭിനയമോഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും സ്കൂൾ കോളേജിലൊക്കെ അഭിനയമോഹം എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഹീറോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ള ഭാഗ്യം കിട്ടുമോ? കാരണം ഇതിനകത്തൊരു ഭയങ്കര ഭാഗ്യം എന്ന് പറയാം. കാരണം 3 പാട്ടുണ്ട്. ഒരു കള്ള് പാട്ട്, ഒരു ലവ് സോങ്, ഒരു സാഡ് സോങ്, 2 ഫൈറ്റ്, 4 ഗെറ്റപ്പ്, സ്വന്തം പേരിൽ പടം. എനിക്ക് ചെയ്യാൻ പേടിയായിരുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ അതായത് ക്യാമറയുടെ പുറകിൽ നിന്നിട്ടാണ് നമ്മൾ DOP ചെയ്യുന്നത്. ഈ മുന്നേ നിന്ന് ചെയ്തപ്പോൾ ഉണ്ടായുള്ളൊരു ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അത് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രൊഫഷണലിൽ ഞാൻ സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോൾ ഉള്ള കുറേ ലെസൺസ് കിട്ടി. കാരണം ഒരു ആർട്ടിസ്റ്റിനോട് നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. നമ്മൾ കുറേ, കാരണം സിനിമാറ്റോഗ്രാഫി നമ്മൾ അഭിനയിക്കുന്ന പടത്തിൽ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഹീറോ ആയിട്ടുള്ള പടത്തിൽ തന്നെ അതിൻ്റെ DOP ആവാന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറിയാമല്ലോ, നിങ്ങളൊരു ഫോട്ടോഗ്രാഫറും കൂടിയാണല്ലോ, എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഇങ്ങനെ മൊബൈലിൽ ഇത് 5G ഇറങ്ങിയുണ്ട്, നമ്മുടെ മെയിൻ റെഡ് ക്യാമറയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഫ്രെയിം നോക്കി നമുക്ക് ലൈറ്റപ്പ് ബാലൻസ് ചെയ്യാം. പിന്നെ എൻ്റെ അസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ക്യാമറ ഓപ്പറേറ്റേഴ്സ്. പല സീനും 2-3 ക്യാമറകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസ്, ഞാൻ എൻ്റെ ഓപ്പറേറ്റേഴ്സ്, ഞാൻ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി ഡയറക്ഷൻ. വേറൊരു കാര്യം ചെയ്യട്ടെ, ഇതിൽ DOPയുടെ ശമ്പളമാണോ മേടിച്ചത്, ആക്ടറുടെ ശമ്പളമാണോ മേടിച്ചത്? അതങ്ങനെ ആക്ച്വലി വാങ്ങിച്ചിട്ടില്ല. ഏത് ആക്ടറുടെ മേടിച്ചിട്ടില്ലെന്നാണോ? ഇല്ല വാങ്ങിച്ചിട്ടില്ല. DOPയുടെ മാത്രമേ ഉള്ളൂ? DOPയുടെ മേടിച്ചിട്ടില്ല. DOPയുടെ വാങ്ങിച്ചിട്ടില്ല. അത് വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ. കാരണം അത് വേറെ ഒന്നുമല്ല. അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഒരാൾ ഇത്രയും കോടികൾ ചിലവാക്കി ഒരാൾ എന്നെ വിശ്വസിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സൈഡിൽ നിന്നായൊരു കോൺട്രിബ്യൂഷൻ വേണമല്ലോ. അപ്പോൾ അത് വാങ്ങുന്നത് ശരിയല്ല. തരാഞ്ഞിട്ടോ ഒന്നുമല്ല, അത് ഞാൻ നിർബന്ധപൂർവ്വം ഞാൻ ഒഴിവാക്കിയാണ്. അവർ രണ്ടുപേരും എനിക്ക് പൈസ തന്നതാണ്, ഞാൻ നിർബന്ധപൂർവ്വം ഒഴിവാക്കിയത്. കാരണം എന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് പൈസ വാങ്ങിക്കുന്ന ശരിയല്ല എന്ന് എനിക്ക് തോന്നിയുണ്ട്. എന്തായാലും അറിയാലോ, ഒരു ചെറിയ സിനിമയായാലും കോടികളാവും. അതിനകത്ത് എല്ലാം ബാക്കി ടെക്നിക്കൽ എല്ലാം ബാക്കപ്പിലാണ്. ഗോപി സുന്ദർ, ഷിബു ചക്രവർത്തി,
എഡിറ്റർ ബാബുരത്നം, ഡോൺ മാക്സ് ആണ് അതിൻ്റെ ട്രെയിലർ കട്ട്സ്, ഇങ്ങനെ എല്ലാം ബാക്കി ടെക്നിക്കൽ ബാക്കപ്പ്. പിന്നെ സിനു സിദ്ധാർത്ഥാണ് DOP. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ടെക്നിക്കൽ സൈഡുകളൊന്നും നമ്മൾ അടുത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഒരു ഫുൾ എക്വിപ്ഡ് ആയിട്ട് ആണ് സിനിമയുടെ. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ അതിനകത്തൊരു ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ മാത്രമല്ല എന്നെ സെൻട്രൽ ക്യാരക്ടർ ആയതുകൊണ്ട്, അതും സെൻട്രൽ ക്യാരക്ടർ ഒന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ പറഞ്ഞ. ഒന്നുകൂടെ പറയാം, 3 പാട്ട് 2 ഫൈറ്റ് 4 ഗെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് സാധനം ചെയ്യുമ്പോൾ എന്നെ വിശ്വസിച്ച് ഇത്തരം കൊടുലുകളാക്കുമ്പോൾ ഒരിക്കലും ഞാനകത്ത് ഒരു രൂപ വാങ്ങാൻ പാടില്ല. ഈ ഒരു മേക്ക് ഓവർ വളരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല കേട്ടോ, ചേട്ടൻ തന്നെയാണ് നമുക്ക് തോന്നുന്നില്ല. അത് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം റിയലാണ്. റിയൽ എന്ന് വെച്ചാൽ ഒരു 6-7 മാസം താടി വളർത്തി ഒരു സീനിലെ സോങ്ങിനകത്ത് നിങ്ങൾക്ക് ഒരു സാഡ് സോങ് ആണല്ലേ കണ്ടാൽ മനസ്സിലാവും. നഖമൊക്കെ വളർത്തി, ഒന്നും ഒറിജിനലാണ് വളർത്തി. പിന്നെ അത് കളർ ചെയ്ത് ഡാർക്ക് ആക്കിയെന്നേ ഉള്ളൂ. കളർ മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം തടിയും മീശയും ഷൂട്ടിംഗ്. മേക്കപ്പ് മാൻ ഇത് പഴയ ഓൾഡ് ഗെറ്റപ്പ് ഇവിടെ നിന്ന് കുറച്ച് മുടിയൊക്കെ പിച്ച് കളഞ്ഞു, ഹെയർ. അപ്പൊ മദ്യപിച്ചൊക്കെ നോക്കാൻ പറ്റും, നന്നായിട്ട് ഹെയർ കുറയും. അതിന് മേക്കപ്പ് മാൻ അനിൽ നിയമം എന്ന് പറയും. പുള്ളി അതിന്റെ ഹെയർ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇടയ്ക്കുന്ന എടുത്തു കളഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ലെവലിലൊക്കെ എത്തിച്ച് മുടിയൊക്കെ കുറഞ്ഞു, അങ്ങനെ സാധനമൊക്കെ ആക്കി വെച്ചത്. ഈ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിനകത്ത് ആക്സിഡൻസും ഈ പറഞ്ഞ പട്ടിയെ കൊണ്ട് നക്കിക്കുന്നു ഓടയില്. അതായത് എന്റെ ഡയറക്ടർ പറഞ്ഞ്, നമ്മളിപ്പോൾ സ്ഥിരം ചില വീഡിയോയിൽ കാണാറുണ്ട്, വീഡിയോയിൽ ഈ യൂട്യൂബിൽ കാണാറില്ലേ, ഈ മദ്യപിച്ച് റോഡിന്റെ സൈഡിൽ കിടക്കുന്ന ആളൊന്ന് പട്ടി നക്കുന്നത്. അപ്പൊ ഇതുപോലെ ഡയറക്ടർ പറഞ്ഞ അതിനകത്ത് പട്ടി നക്കുന്ന ഒരു സാധനം ഉണ്ട്, വേണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യാം, ഗ്രാഫിക്സ് ആയിരിക്കുമല്ലോ. മുഖത്ത് പട്ടി നക്കുന്ന സാധനം മാത്രം. സമയത്ത് ഷൂട്ടിൻ്റെ അന്ന് രാവിലെ കൊല്ലത്ത് ഒരു ബോട്ട് ജെട്ടിയുടെ അടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. മൊത്തം നാട്ടുകാരൊക്കെ പോലെ ഒരു എന്നെക്കാളും വലിയ അതൊരു പട്ടിയെ കൊണ്ടുവന്നിട്ട് ഇതിനെ കൊണ്ട് നക്കിക്കുക. അപ്പൊ ആദ്യം റിയൽ ആയിട്ട് പട്ടിയെ കൊണ്ടുവന്ന് ആദ്യം കാലിൽ മൂത്രം ഒഴിപ്പിച്ചു. അപ്പൊ അതിനകത്ത് പട്ടിയുടെ മൂത്രം അവർ കുപ്പിയിൽ കൊണ്ടുവരും, എന്നിട്ട് കാലിലൊഴിച്ച് അവിടെ വന്ന് അത് അവിടെ തന്നെ ഒഴിക്കും. എന്നിട്ട് ഈ പട്ടിയെ പട്ടിണിക്കിട്ടാ കൊണ്ടുവരുന്നത്, കാരണം ഇതൊന്നും നക്കണമല്ലോ. എന്നിട്ട് അതിനുവേണ്ടി ഞാൻ ഒമിറ്റ് ചെയ്തത് ആദ്യം ഈ ദോശയും ചട്നിയാണ്, അത് ഒമിറ്റ് ചെയ്ത് കിടന്നു, അത് നക്കുന്നില്ല. പിന്നെ പുള്ളി രണ്ടാമത് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ, ഞാൻ പറഞ്ഞ ബീഫ് കറി പുരട്ടിയാൽ സാർ ബീഫ് കൂടാതെ അത് നോൺ വെജ് ആണെങ്കിൽ കടിക്കുമെന്ന്. അതുകൊണ്ട് അവസാനം പുള്ളി പെഡിഗ്രി പട്ടിയുടെ ഫുഡ് കലക്കി എൻ്റെ വായിക്കകത്ത് ഒഴിച്ചിട്ട് അത് ഒമിറ്റ് ചെയ്ത് അതാണ് ഈ പട്ടി നോക്കിയത്. കാരണം നമ്മള് ചില പേടിച്ചു കഴിഞ്ഞാൽ പട്ടി കടിക്കും. അപ്പൊ പറഞ്ഞു അടുത്ത് പട്ടിയുടെ മൂക്ക് വരുമ്പോൾ നമ്മൾ പേടിക്കരുത്, ശ്വാസം മുട്ടില്ല, ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യും, അതൊന്ന് റിയാക്ട് ചെയ്ത് കടിക്കും. അങ്ങനെ കുറച്ച് റിസ്ക് ഉള്ള സാധനങ്ങളായിരുന്നു. എനിക്കൊന്നും പോയി മധുരമായിരുന്നു. എനിക്ക് വേണ്ടി വല്ല ബിസ്ക്കറ്റും ചേർത്തോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അതിനകത്ത്. മധുരമായിരുന്നു. ജീവൻ പണയം വെച്ച് ചെയ്തൊരു സിനിമയാണ് ജീവൻ, അല്ലേ? അതെ, ജീവൻ കൊടുത്ത സിനിമയാണ്. ഓക്കെ, എന്തായാലും പടം എന്നാണ് റിലീസ്? ഈ 13 റിലീസാണ്. ഓക്കെ, ഡിസംബർ 13. അതെ, ഡിസംബർ 13 ജീവൻ റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എന്തായാലും ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.